ബാപ്പ നായിന്റെ മക്കളെ അല്ല മുട്ടാന്ന് വിരിഞ്ഞിട്ടില്ല മനുഷ്യനെ കളിയാക്കാൻ നടക്കുക. നമ്മുടെ അന്തരം അല്ലേ? അതെ. ഇന്ന് പള്ളിക്കൂടം ഇല്ലേ? ഉണ്ടല്ലോ. എങ്ങടാ അവനിങ്ങനെ പഴക്കം പാഞ്ഞ് പോണേ? ഇനി വല്ല കല്യാണക്കോളം ഉണ്ടോ? നമ്മുടെ കുറുപ്പ് മാഷിന്റെ വീട്ടിലേക്കാണോ എന്നൊരു സംശയമുണ്ട്. ഒന്ന് നേരത്തെ വന്നൂടെ? മനുഷ്യനെ ഇടങ്ങാറാക്കണം. സൈക്കിൾ തൊട്ടി ആളെ കാലിന്റെ മസിൽസ് കയറി. മാഷേ മാഷേ ആ മാഷ് അമ്പലത്തിൽ പോയി. അപ്പം ടീച്ചറോ? ഇന്ന് 1-ാം തീയതി അല്ലേ? രണ്ടുപേരും കൂടെ പോയേക്കണേ. പടച്ചോനെ കെണിഞ്ഞോ? എന്താ വല്ല കുഴപ്പമുണ്ടായോ? ഉണ്ടാവും. ഏതമ്പലത്തിലേക്കാ പോയത്? പാട്ടുപുരക്കിലേക്കാ. ഓഹോ. അവിടുന്ന് മുച്ചിലോട്ടുകാവിലേക്ക് പോവും. ഏ അത് കഴിഞ്ഞ് അയ്യപ്പൻ കോവിൽ പോവും. പിന്നെ നെല്ലികാവ് അമ്പലത്തിലേക്ക്. അല്ല അതും കൂടെ അല്ല ഇവിടെ ബാക്കിയുള്ളൂ. ഏരെ വിട്ടു പോവില്ല. എന്താ എത്ര അത്യാവശ്യം? അത്യാവശ്യം വന്നാൽ നീ നടത്തി തരുമോ? എന്തൊരു ചരക്ക്. അത്യാവശ്യമായിട്ട് ഒരാൾ അന്വേഷിച്ചു വന്നാൽ ഒരു 120 അമ്പലത്തിന്റെ ലിസ്റ്റാ. അല്ലതില്ല. തിരുമേനി കുർബാസും ടീച്ചർ ഇങ്ങോട്ട് വന്നോ? തൊഴുതു മടങ്ങിയല്ലോ. പടച്ചോനെ കുടുങ്ങിയോ? എവിടേക്കാ പോയെന്നറിയോ? പാട്ടുപുരയ്ക്ക് നോക്കിയോ? ഇവിടെയും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഭജനമടത്തിൽ നോക്കിയോ? ഭജനമടോ? അങ്ങനെയുണ്ടോ അമ്പലം? അതെവിടെ? നാണിച്ചാക്കാരുടെ വീടിന്റെ പടിഞ്ഞാറ പറമ്പിനപ്പുറത്താ. ഓഹോ. ഈയിടെ പുനഃപ്രതിഷ്ഠിച്ചതാ. നീലകണ്ഠൻ ആ പ്രതിഷ്ഠ. ഇവർക്ക് എല്ലാവർക്കും കൂടി ഓരോ അമ്പലത്തിൽ ഇരുന്നൂടെ? എന്നാ നമ്മൾ ഇങ്ങനെ കിടന്ന് ചിറ്റണം. ഞാൻ ഉരുണ്ടു ഇവിടത്തെ കോൺക്രീറ്റ് വരെ തേഞ്ഞു. നീ എന്നോട് ദയ കാണിക്കില്ലേ? നിലവിളക്കിന്റെ അടുത്ത് എത്തിയ കുഞ്ഞലക്ഷ്മി. ഭഗവാനെ രക്ഷിക്കണേ. ഒരു കുഞ്ഞുകാലി കാണിച്ചു രക്ഷിക്കില്ലേ? മാഷ് വിളിച്ചോ? ഞാനും കേട്ടു. നീ കേട്ടാ? ഞാൻ കേട്ടു. വിളിച്ചാ വിളിയാക്കണ ദൈവമാണെന്ന് തിരുമേനി പറഞ്ഞത് സത്യാണ്. മുട്ടപ്പൊടി നിന്നെ നിങ്ങൾ എന്ത് പണിയാന്ന് കാണിക്കണേ? നിങ്ങളെ തരാത്തൊരു സ്ഥലം ബാക്കിയില്ല. തെരയാനെന്താ? ഞങ്ങളവിടെ കുഴിച്ചിട്ടിരിക്കുക. താൻ എന്ത് തെമ്മാടിത്തോടോ കാണിച്ചേ? ഇവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. നമ്മളതിന് അഹിന്ദു മുസ്ലിം അല്ലേ? ഓ എടോ കഴുതി, അത് തന്നെ ഞാൻ പറയണേ. വേഗം പുറത്തിറങ്ങാൻ. എടോ പുറത്തിറങ്ങാൻ. ആരെങ്കിലും കണ്ടാ തന്നെ കൊന്നു കുഴിച്ചു മൂടും. നമ്മളെ കൊന്നിട്ടല്ല കുഴിച്ചു മൂടുക, നിങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടാൻ അവിടെ ആള് റെഡി ആയിരിക്ക. ആര്? സ്കൂളിൽ ഡിഒ വന്നിട്ടുണ്ട് മാസ്റ്റർ. എന്റെ ഈശ്വര. സ്കൂൾ നടത്തുമ്പോ അതിന്റേതായ ഉത്തരവാദിത്വം വേണം. വർക്ക് ചാർട്ട് ചെയ്യാൻ പോലും ഇവിടെ ഒരാളില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സർക്കാരിന് എഴുതി കൊടുക്കണം. അല്ലാതെ സ്വന്തം സ്കൂളാന്ന് കരുതി തന്നിഷ്ടത്തിന് നടത്താൻ ഞാൻ അനുവദിക്കില്ല. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ടാ. എന്താ 1-ാം തീയതി എന്തോ ആകാന്നാണോ? അതുകൊണ്ടല്ല. എല്ലാ 1-ാം തീയതി ഞങ്ങൾക്ക് അമ്പലത്തിൽ ചില വഴിപാടുകളുണ്ട്. കുട്ടികളില്ലാത്തോണ്ട്. കുട്ടികളില്ലാത്ത ഡിവിഷൻ ഞാൻ കട്ട് ചെയ്യും. ഇതൊക്കെ അഡ്മിഷൻ സമയത്ത് നോക്കേണ്ട കാര്യങ്ങളാ, അല്ലാതെ വഴിപാട് കഴിച്ചിട്ട് കാര്യമില്ല. സ്കൂളിലെ കുട്ടികളുടെ കാര്യമല്ല, അത് ആവശ്യത്തിനുണ്ട്. ഞങ്ങളുടെ സ്വന്തം കാര്യ. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള കൊതി കൊണ്ടാ. ഞങ്ങളെ അനുവദിക്കില്ലേ? ഇതിന് വല്ല ഹോസ്പിറ്റലിലും പോയി ചെക്കപ്പ് നടത്തണം. കുഴപ്പം ആർക്കാണെന്ന് അറിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്നല്ലേ ഉള്ളൂ. ചെക്കപ്പൊക്കെ നടത്തിയതാ. കുഞ്ഞലക്ഷ്മി എന്താ അത്? കൊച്ചുകുട്ടികളെ പോലെ. എന്റെ കുഴപ്പം കൊണ്ട് മാഷക്ക് ഇങ്ങനൊരു നിർഭാഗ്യം. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിയെ ദത്തെടുത്തൂടെ? അത് പറഞ്ഞു ഞാൻ തോറ്റു. കേൾക്കണ്ടേ? വേണ്ട, അങ്ങനെ വല്ലവരുടെയും കുട്ടികളെ എടുത്ത് വളർത്താൻ എനിക്കിഷ്ടമില്ല. എങ്കിൽ പിന്നെ മാഷെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിക്കും. തൽക്കാലം നടപ്പുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇതിന്റെ പേരിൽ സ്കൂളിന്റെ ഡിസിപ്ലിൻ നശിപ്പിച്ചാൽ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. കമോൺ, എനിക്ക് ക്ലാസ്സുകളൊന്നും ചെക്ക് ചെയ്യണം.
മാഷെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിക്കും. 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 മാഷെ കൊണ്ട് വേറൊരു വിവാഹം ദേ ആ, എന്ത് തീരുമാനിച്ചു? എന്റെ കുഞ്ഞുലക്ഷ്മി, നീ എന്താ ഈ പറയണേ? വേണ്ട, അങ്ങനൊരു കുഞ്ഞിക്കാൽ ഇവിടെ വേണ്ട. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാന്ന് വെച്ചിട്ടാ? ദേ അങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല. വാഴപ്പള്ളിക്കലെ ആ തിരുമേനിക്ക് 2 ഭാര്യമാരില്ലേ? അവരെന്ത് സന്തോഷമായിട്ടാ കഴിയണേ? ഓ, എന്തിനാ വാഴപ്പിള്ളിക്ക് കെട്ടിയെടുക്കണേ? ഈ പടിഞ്ഞാറയിലെ ഹംസക്കോയ്ക്ക് ഇല്ലേ 2 ഭാര്യമാര്? വെട്ടും കുത്തും ഒഴിഞ്ഞിട്ടുള്ള നേരണ്ടോ അവിടെ? എന്നെ മനസമാധാനമായിട്ട് ജീവിക്കാൻ നീ സമ്മതിക്കില്ലേ എന്റെ കുഞ്ഞുലക്ഷ്മി? വലിയ ശല്യായില്ല എന്റെ ഈശ്വര. ഇത് മോനെ. ചൊറിയൻ ചേമ്പ് തിന്നിട്ടുണ്ടെന്ന് തോന്നണേ. എന്താ അതാ ഈ ഇത്? വായിൽ ഈ ചൊറിച്ചില്. അയ്യോ പെണങ്ങല്ലേ എന്റെ പൊന്നെ. ദേ ഞാൻ പറയണ ഒന്ന് കേക്കൂ. പറ്റിയ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ദേ കുഞ്ഞുലക്ഷ്മി, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് കേട്ടോ. എന്റെ ഈശ്വര, ആ ഡിയോ എന്ന് പറഞ്ഞവന്റെ വായന്ന് എന്തിനാ ഇങ്ങനെ ഒരു ഐഡിയ തള്ളിവിട്ടത്? ഓ, നീ അല്ലാതെ വേറൊരുത്തിയെ കുറിച്ച് സ്വപ്നത്തിൽ പോലും എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്റെ കുഞ്ഞുലക്ഷ്മി. നീ പോയി മരുന്ന് കഴിച്ച് കിടന്നു ഉറങ്ങ്. ആ, ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആളോ? ഏതാള്? കുഞ്ഞുലക്ഷ്മി ടീച്ചർ എന്ന അഡ്രസ് ഉണ്ടായിരുന്നെങ്കിലും ആളെ കണ്ടുപിടിക്കാൻ ഒത്തിരി ഒന്ന് കറങ്ങി. പിന്നെ അന്തരം ഒരു കാര്യം ഏറ്റെടുത്താൽ എന്തെടുങ്ങാറുണ്ടെങ്കിലും അത് നടത്തുന്ന അറിയാലോ. വരി. അമ്മാവനാ? തന്റെ? ഛീ, ഞാൻ സരസ്വതിയുടെ അമ്മാവനാ. ഏത് സരസ്വതി? വേറെ ഒന്നും തോന്നരുത്, അവളെ ഞാൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. മാമൂലുകളൊന്നും വേണ്ടെന്ന് കുഞ്ഞുലക്ഷ്മി ടീച്ചർ പറഞ്ഞോണ്ടാ. സരസ്വതി, ഒരാളെ വേണമെന്ന് പറഞ്ഞത് നേരാ. ഞാൻ പറഞ്ഞില്ലേ? ഒരുപാട് അപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ആട്ടെ, ട്രെയിനിങ് കഴിഞ്ഞിട്ട് എത്ര കാലായി? ഇതിനൊക്കെ എന്റെ ട്രെയിനിങ് മാഷക്ക് സംഗതി പിടിയിട്ടില്ല എന്ന് തോന്നുന്നില്ലേ? ഒരു മിനിറ്റ്, 1 സെക്കൻഡ്. മാഷ് ഇങ്ങോട്ട് വന്നാട്ടെ. ഒന്നും പറയണ്ട, ഇതൊക്കെ ദൈവനിശ്ചയാന്ന് കണക്കാക്കിയാ മതി. താൻ എന്തിനാ നീ മണവാളിനെ കൈമ കൊണ്ടുപോണത്? എന്റെ കൈമെന്ന് പറയാൻ ഇത് ഏതാ ഈ പാർട്ടി? എനിക്ക് മനസ്സിലായില്ല. മാഷക്ക് ആളിഷ്ടായോ? അയാൾ എന്തിനാ ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന്? അയ്യേച്ചി, അയാളല്ലാന്ന്, അയാളെ കൂടുതൽ പെണ്ണിന് ഇഷ്ടപ്പെട്ടോന്ന്. ഇഷ്ടപ്പെട്ടാൽ എന്താ? താൻ എനിക്ക് കെട്ടിച്ചു തരുമോ? തരൂ, കെട്ടിച്ച് തരൂന്ന്. ഒരച്ഛനാവാൻ പറ്റാത്തോണ്ടുള്ള മാഷ വിഷമം 4 മക്കളിലേക്ക് നന്നായിട്ട് അറിയാം മാഷെ. തനിക്ക് നല്ല വിഷമുണ്ട് അല്ലേ? പിന്നെ കരനില്ലാന്നുള്ളൂ. കരയിക്കും ഞാൻ. എടോ, തന്റെ ബ്രോക്കർ പണിയൊക്കെ സ്കൂളിന്റെ പുറത്തെടുത്താ മതി. മക്കൾക്ക് അച്ഛനില്ലാത്തതിന്റെ വിഷമം തന്റെ കെട്ടിയോൾ അനുഭവിക്കും. അത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായിട്ടില്ലത്? ഈ തിങ്കൾ ഞാൻ എന്താ ചെയ്യേണ്ടേ? കൊണ്ടുപോയി കുഴിച്ചു മൂടൂ. അപ്പൊ കുഞ്ഞുലക്ഷ്മി ടീച്ചറോട് ഞാൻ എന്ത് പറയും? വലിയ വികാരം ഒന്നും താൻ കൊള്ളണ്ട. അവളുടെ ഭർത്താവ് ഞാനാണ്. അവളുടെ എന്താ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞോളാം. ആലോചിച്ച് നിൽക്കാണ്ട് പോട മൂട്ടെ.